അതിനൊക്കെ ലത്തിപ്പോ നാളെ പോവല്ലേ? സാധനങ്ങളൊക്കെ റെഡി ആക്കിക്കണോ? അപ്പൊ സ്വാമിയെ നാളെ വൈകുന്നേരം ഒരു 6:50 ആകുമ്പോഴത്തേനും അവന് ഫ്ലൈറ്റ് ആണല്ലോ. ഒരു 4 മണിക്ക് തന്നെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടി. പിന്നെ മെയ്തീനും ഇതും കൂട്ടിയാണ് കൊണ്ടായിക്കാണ്ടി പോനട്ടോ. പിന്നെ മുജീബ് സാഹിബും ഉണ്ടാവുമല്ലോ, നിങ്ങളാണ് കൊണ്ടായിക്കാണ്ടി. ഞാനേതായാലും ഇപ്പൊ ഞാൻ പോണ നേരത്തെ എയർപോർട്ടിക്കൊന്നും ഇല്ല. പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ സൈനബ ഉണ്ടാക്കുന്നുണ്ട്. എന്താ എളാപ്പാന്റെ കുട്ടികൾക്ക് പത്തിരി ഇറച്ചോ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇനി ലത്തീഫിനെ കണ്ടു ചോദിച്ചു നോക്കുകൊണ്ട് ഓനെ വേറെ എന്തേലും ആണോ എന്തേലും കൊണ്ടുപോകണോ എന്നുള്ളതേ. മെയ്തീനെ പിന്നെന്തൊക്കെ എന്റെ തർപ്പണി കഴിഞ്ഞോ? കല്ലൊക്കെ തേഞ്ഞപ്പോ ഇതിന് അൽഹംദുലില്ലാ തർപ്പണി കല്ലതിൽ കഴിഞ്ഞു. ഇനി പടവ് തുടങ്ങണം. ഇനിയിപ്പോ എങ്ങനെയൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ആലോചിച്ചിട്ട് വേണം. തർപ്പണി കഴിഞ്ഞേക്കണു അല്ലേ? എന്നാ താമി ഒരു കാര്യം ചെയ്യേ, ആ കല്ലും വണ്ടിക്കാരോട് പറഞ്ഞു കണ്ടേ കുറച്ച് കല്ല് ഇറക്കിച്ചാണ്ടി അതിന്റെ പണി നടന്നോട്ടെ. അത് നമുക്ക് ആ മുസ്തഫാനോട് പറയാം. ഞാനൊന്ന് അങ്ങാടി പോയിട്ട് വരാം. എന്നാല് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാണ്ട് നാളെ പോകണ്ടല്ലേ. കുറച്ച് ചെക്കന്മാരൊക്കെ കാണാനുണ്ട്. എന്നാലേ ഇവയും പോയിക്കാണ്ട് പോന്നോ കേട്ടോ. അങ്ങാടിയിലൊന്നും വല്ലാതെ തിരിഞ്ഞളിച്ചാൽ നിക്കണ്ട. എന്നാ പോയിക്കോ. താമിയെ നാളെ പറമ്പിൽ പണിക്കൊന്നും നിക്കണ്ട. നിങ്ങൾ രണ്ടാളും ഇവിടെ വേണം. ഓ നാളെ പോവല്ലേ? എനിക്കാണിപ്പോ ഒരു എത്തും പിടിയും കിട്ടണമില്ല. നിങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടായിക്കൊണ്ട് വൈകുന്നേരം ആകുമ്പോത്തിന് കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അത് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണ്ട. നമ്മളെ എളാപ്പാടെ കുട്ടികളടുത്തേക്ക് തന്നെയല്ലേ പോണേ. ഒന്ന് പോയി വരട്ടെ, ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇക്കാക്കോ കൊറേ രായില്ലേ ഞങ്ങളൊന്ന് ചായ കുടിച്ചാണി. എത്തടി ചായക്ക് കടി? കുട്ടികളൊക്കെ ചായ കുടിച്ചോ? ഓട്ടടയും ചാറുണ്ട്. കുട്ടികൾ രാവിലെ ചാടിച്ച് കളിച്ചാൻ പോയി. ഇന്ന് മദ്രസ ഇല്ലല്ലോ. ചായ ഇപ്പൊ വേണ്ട. ഇത് കഞ്ഞി ആയിക്കോണെങ്കിലേ കുറച്ച് കഞ്ഞി മുക്കി പറഞ്ഞൂടെ ചെല്ലുന്നാല്. സ്വാമിയെ നിങ്ങൾ ചായ കുടിച്ചിട്ട് പറമ്പ് പോയാൽ മതി കേട്ടോ. ചായ കുടിച്ചിട്ട് പോയിക്കോളി. സൈന എന്നാ കഞ്ഞിന്റെ എടുത്തോ. സഫ ഇക്കാക്കുന്റെ കൂട്ടെടുത്താ. ഇപ്പൊ കൂടുതലില്ലല്ലോ. ഇല്ല മതി. പിന്നെ ലത്തീഫിന് ചെമ്മീൻ അച്ചാറ് വലിയ ഇഷ്ടമാണ്. അത് ഉണ്ടാക്കി വെച്ചേക്കണോ? ഉണ്ടാക്കിക്കണോ. പിന്നെ സഫ എന്താ വേണ്ടിച്ച് ചോദിച്ചിക്കാണ്ടേ ഉണ്ടാക്കിക്കാണ്ടി കേട്ടോ. ചെമ്മീനച്ചാറും നാരങ്ങച്ചാറും പാക്കാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. വരുമ്പോ കൊണ്ടുവരുന്നാ പറഞ്ഞു. പത്തിരിയും ബീഫും രാവിലെ ഉണ്ടാക്കിയാ പോരെ? അത് മതി. വൈകുന്നേരത്തിനുള്ളതല്ലേ, അത് രാവിലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അല്ല മേരിയാങ്ക, അടക്കൊക്കെ മകാളി എടുക്കാനായിക്കൂണല്ലോ. മകാളി തന്നെ എല്ലായിടത്തും ഉണ്ട്. മകാളിക്കേട് ഉള്ളുണ്ട്. ഇവിടെ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയി നോക്കുമ്പോഴൊക്കെ ഉള്ള മകാളിക്കേടാ. എന്നിട്ടിപ്പോ അവിടെ വളർന്ന അവിടെ കൊടുന്ന് ഇറക്കിയെന്ന് പറഞ്ഞോ? എവിടെ ഇറക്കിയിട്ടുണ്ട്? അവിടെ പോയി നോക്കണം. നീ പോയി എടുത്തോണ്ടിരാണെങ്കിൽ ഇട്ടോണ്ടുവാ. ഇടണെങ്കിൽ ഇടാനായിക്കൊണ്ട് ഇടാ. ഇത് വേണ്ടിച്ച ചെയ്യാ. അജയോടൊന്ന് വൈകുന്നേരം പറയാം അല്ലേ? അജയരോടൊന്ന് നമുക്ക് പറഞ്ഞിട്ടേ ഇത് വേണ്ടിച്ച ചെയ്താ പോരെ. നമുക്ക് ആദ്യം പട്ടൊക്കെ വലിച്ചു കിട്ടാ. പോയി നോക്കുന്നാല് അതിന് ചോട്ട് കിട്ടാളേ. ഞാൻ എന്നാ ചുള്ളിപ്പറമ്പ് പോകട്ടെ. അവിടെ വളമ കഴിഞ്ഞുകൂടെന്ന് പറഞ്ഞു. ഞാൻ മകാളിക്കുള്ള മരുന്നും കൊണ്ടുവാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കഞ്ഞി വെച്ചിട്ട് വരണ്ടേ നോക്കി. ആയിക്കോട്ടെ. താമിയ എന്ത്? ഞാനെന്നെ കാണാൻ വേണ്ടി നിൽക്കുന്നു. താമിയെ എന്താ സുബേര അത്ര കാണാനേ? ഞാൻ കുറച്ച് അർജന്റിലാണ്. ഇജിപ്പോ നമ്മളെ കാണുമ്പോ ലോകിയെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോ കോണ്ടോടുന്ന് നമ്മൾ മുങ്ങാണ്. ഇജ് ഹൈദരാജിന്റെ പണിക്കാരനോ, ഞാൻ നാസറാജിന്റെ പണിക്കാരനാണ്. മുതലാളിമാരൊന്നും മുതലാളിമാരാണ്. നമ്മൾ കണ്ടോണ്ട് പണിക്കാരല്ല താമിയ. അത് പറയാൻ സുബേര പറ്റിനെ പിടിച്ചെടുത്ത് ഇക്കാളെ പണിക്കാരുണ്ട്. ഇക്ക് അന്നേറ്റ് വർത്താനം പറഞ്ഞിക്കാൻ നേരല്ല. ഇജ് പോലെ ചങ്ങായി, എന്നോട് ഒരു കാര്യം പറയാണ്ടേ. അനക്ക് എന്താ പറയാ പറ ചങ്ങായിയെ. ആ ചങ്ങായിയുടെ കഞ്ഞിക്ക് കത്തിക്കാണ്. ഇജ് എത്ര കാലമായി ഹൈദരാജിനൊപ്പം നടക്കൽ തുടങ്ങിയിട്ട്? എന്നിട്ട് തേങ്ങ ഉണ്ടാക്കിയത് ഈ നമ്മളൊപ്പം കൂടിക്കോ. നാസറാജ് ഞാൻ നാസറാജിനൊപ്പം നടന്നിട്ട് സ്ഥലം കിട്ടി. ഞാൻ അടുത്ത ആഴ്ചയിൽ പേരാജുള്ള പ്ലാനിങ് ആണ്. നിങ്ങൾക്കൊക്കെ ധാരണ ഉണ്ടാവും നാസറാജ് ഭയങ്കര ക്രൂരനാണെന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് വെറും തോന്നലാണ്. അയാൾ കൂടെ ഇങ്ങനെ ചങ്ക് പറിച്ചു തരും നാസറാജ്. ഈ നമ്മളൊപ്പം കൂടിക്കോ. ഇക്ക് എന്റെ നാസറാജിന്റെ ചങ്കും വേണ്ട കരലും വേണ്ട. ആ പാവം മേരിയാങ്കാരന്റെ സ്ഥലം മാന്തി ആൾക്കാരെ നിങ്ങൾ കണ്ടോളും. ആ മെയ്തി ഇപ്പൊ നിങ്ങളെ ആളായിക്കോണല്ലേ?
ഇച്ചിപ്പോ എന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് എനിക്കിപ്പോ നമ്മളൊപ്പം കൂടണോ എനിക്ക് എന്ത് വേണോ അത് നമ്മളെ ആചാര്യ നാസറാജി നടത്തി തരും ഇനി നല്ലോണം ആലോചിച്ചുകൊണ്ട് പറഞ്ഞോ. അനക്ക് ആളെ പേച്ചു. ഞാൻ എന്റെ ബാക്കിയുള്ള ഹൈദരാജിന്റെ കഞ്ഞുടിച്ച് വന്നാ ഇജ് കോടിക്കണക്ക് ഉറപ്പിയ പറഞ്ഞാലും ഞാൻ അയാൾക്ക് എതിരെക്കൂല. ഇജ് എന്റെ എടുക്കച്ച പോയിക്കോ. ജയരെ ഞാൻ പാടത്തേക്ക് പോയപ്പോഴേ നമ്മളെ എടുത്ത പറമ്പ് താമിനെ കണ്ടു. അപ്പൊ താമീനോട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംഭവം. താമിക്ക് ഒരു അനുകൂല ഓനെ നഖം മുതല് തല വരെ പൊന്നിട്ട് മൂടിയാലും അയ മുതൽ നമ്മക്ക് കിട്ടൂല കേട്ടോ. വേറെ ആ താമീനോട് പറഞ്ഞ കാര്യം എനിക്കറിയാം. ഒരാൾ ഉപ്പും ചോറും ചെറുപ്പമില്ല അടക്കണല്ലേ, അതൊന്നും അല്ലല്ലോ അപ്പത്തെ വിഷയം. ആ സക്കീറുണ്ടല്ലോ, ഓൻ മുൻകൂർ ജാമ്യം ഇറങ്ങിയിട്ടേ നമ്മളെ ചെറിയമത്ത് കൊണ്ട് എടുക്കുക. ഓൻ എവിടെ കണ്ടാലും പൊക്കണം, മനസ്സിലായില്ല? അതിനെന്ത് വന്നാലും പ്രശ്നമില്ല. നാസറാജും കണ്ടോപ്പണ്ടാ. നാസറാജ് കാലോ കയ്യോ മുറിച്ചിന്റെ കാര്യത്തിലല്ല പ്രശ്നം. എന്തെങ്കിലും അതിന്റെ ഭവിഷ്യത്ത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊപ്പം നിൽക്കാൻ നിങ്ങൾ ഉണ്ടാവണം. അതാണ് മൂപ്പര് പറയാൻ ഇച്ചും പറയാനുള്ളത്. എന്ത് വന്നാലും നിങ്ങൾ നമ്മളൊപ്പം നിൽക്കണം. സ്വാമിയെ നമ്മളിവിടെ പാടത്ത് പണിയെടുക്കുമ്പോഴേ സുബൈറൊന്നും നമുക്ക് എന്തൊക്കെ വിശ്വസിച്ച് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിന്റെ പക്ഷെ കുടിച്ചിനകത്ത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ആചാര്യൊപ്പം നടന്നു ഓനെ അമ്മാരി ആളായിരുന്നു. അത് മേധാക്കാ ഓൻ എന്തിനാ വന്നു നിങ്ങൾക്ക് അറിയോ? ഓൻ നമ്മളെ ഇന്നെ ചാക്കറാൻ വേണ്ടി വന്നാണ്. ഞാൻ അതിനെന്താ നിക്കണോ? എന്റെ ബാക്കിയുള്ളവരും ഞാനൊക്കെ അവിടുന്ന് കഞ്ഞി കുടിച്ച് വന്നാണ്. ഇന്നൊന്നും ഓന്റെ എനിക്ക് കിട്ടൂല. അത് മറ്റാളെ വിട്ടേകാരം. അയാൾക്ക് പല വജ്ജം നോക്കിയിട്ട് ആളെ കൊടുക്കാൻ പറ്റില്ല. അതിനാണ് വിട്ടേകാരം. ഇനി നമ്മളെന്തായാലും ചോക്കാൻ പറ്റുവച്ചിട്ടേ സ്വാമിയെ അങ്ങനത്തെ ഉള്ളിൽ പലതും ഇപ്പൊ കണ്ടില്ലേ. ഓല അതിനുള്ളൊക്കെ ഓല അനുഭവിക്കുന്നില്ലേ. ഇതൊന്നും എന്തായാലും വെള്ളം കുടിച്ചു അവരെ അനുഭവിച്ചോളും അതിന്റെ. സുബൈറ സെക്യൂരിറ്റി അന്വേഷിച്ച 3-4 ദിവസം നമ്മൾ അന്വേഷിച്ചിറങ്ങണേ. എവിടെ ചെന്നേരം പോയി കണ്ടുപിടിക്കുമ്പോൾ ഓനെ കിട്ടും. ഓന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓൻ ഹൈദരാജിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഓനെ വിളിച്ച് ഒഴിഞ്ഞു ഒറ്റക്കൊന്ന് കിട്ടും. ഓനെ ഞാനൊന്ന് കാണുന്നുണ്ട്. ഓനാ വരുന്നു. ആചാരേ നാളെ അപ്പുണ്ണി വരും പറഞ്ഞുണ്ടോ മരുന്നടിക്കാം? മരുന്നടിച്ചാനോ? എന്നാ നാളെ വന്നിട്ട് ഓനോട് ചെയ്യാൻ പറയട്ടോ. എന്താ സെക്യൂരി വണ്ടി കലാഴ്ച വരുന്നത്? എന്താ പ്രശ്നം? അജീറ ഇന്നൊരു റോട്ടിലിട്ട് തല്ലി കൊല്ലാണ്. പടച്ചവനായിട്ടാണ് നിങ്ങളെ എന്റെ മുന്നിലേക്ക് എത്തിച്ചത്. അന്നൊന്നും ചെയ്യില്ലാണ് മാറിക്കണം. ആർക്കണോ ഓനെ തല്ലണ്ടി? ഒരു ചായ. അജീറ നിങ്ങളോട് ഉണ്ടായിനോ? സുബൈറ ഒരു ചായ. അല്ലാണ് സുബൈറ ആ സക്കീറിനെ പൊക്കാൻ ഞാൻ പറഞ്ഞില്ല. എന്താ ഇത്? അജയരെ ഓനങ്ങൾ എല്ലാരും കൂടി വളഞ്ഞിട്ട് കണ്ട് പിടിച്ചു കണ്ടേ നല്ലോണം പെരുമാറി. ഓൻ പതരും വണ്ടി, ഞങ്ങൾ പിന്നാലും വണ്ടി. ഓന്നൊരു വണ്ടി എത്തിപ്പെട്ടത് നേരെ ഹൈദരാജിന്റെ മുന്നിട്ടാണ്. പിന്നെ ഞങ്ങൾ വന്നിട്ട് പോന്നു. പിന്നെ അതൊക്കെ ചെറിയ സുബൈറ ഈ ജായിന്റെ കടവ് പാചകം ജാബ് ജയിക്കണം. അന്നെ പറഞ്ഞ ഇന്ന വേണം പറയാന് ഈ നാസറാജിനെ പഠിപ്പിക്കാനായിട്ട്. അജയരെ അതൊക്കെ പോട്ടെ. ഓൻ നമുക്ക് ഇഞ്ഞും കിട്ടും. നമുക്ക് ഹൈദരാജിക്ക് വേറൊരു പണി നമ്മളെ കൈക്കിൽ പ്ലാനിങ് ഉണ്ട്. മൂപ്പര് അന്ത്രോ ലത്തീഫേ ഗൾഫ് പോകുന്നുണ്ട്. ഒരു പണി കൊടുക്കാണ്ട്. അതെന്താണ് സുബൈറെ പുതിയൊരു പ്ലാന്? അതൊന്നും നോക്കണം നമുക്ക്. നിങ്ങൾ പ്ലാൻ ചെയ്ത മാതിരിയുള്ള പരിപാടിയല്ല. സുബൈറാണ് ഇത് ചെയ്തിട്ടുണ്ട്. ഹൈദരാജ് നിങ്ങളെ കാല് പിടിച്ച് നിങ്ങളെ മുന്നിൽ വരും. നോക്കിക്കളി. കേട്ടാ മതി സുബൈറെ. ഇതൊരു കടിമൂടി പറഞ്ഞോ? സഫ വീട്ടിൽ നിന്ന് എല്ലാരും എപ്പോഴാ വരിക? ഒരു ഉച്ച ആകുമ്പോത്തിന് എത്തുന്നാ പറഞ്ഞത്. ചോറിനൊക്കെ ആകുമ്പോത്തിന് എത്തും. അപ്പൊ ചോറും കറിയൊക്കെ നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കാം. ആ നാളെ ഉപ്പ വന്നിട്ട് ചോറ് കഴിച്ചാണ്ടേ പോയത്. എന്നിട്ട് തന്നെ എനിക്ക് മനസ്സിക്ക് ഈസിലായിന്ന്. നാളെ നേരം വിളിച്ചാകുമ്പോ ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. അതൊന്നും കുഴപ്പമില്ലാത്ത. ഇപ്പൊ രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പൊ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. സഫ താത്താൻ്റെ കുട്ടി ഫ്രിഡ്ജിലൊന്ന് നോക്കിക്കാളി. ഇനി എന്തൊക്കെയാ പച്ചക്കറി സാധനം എന്താ വേണ്ടിച്ചാല് എലത്തി വരുമ്പോ നമുക്ക് മേടിക്കാൻ പറയാം. ഒരുവിധം സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ട്. എന്നാലും ഞാനൊന്ന് നോക്കിക്കാട്ടെ. ആയിക്കോട്ടെ. ലത്തിയെ സാധനൊക്കെ വാങ്ങിയടാ? സാധനമൊക്കെ മേടിച്ചു. എത്ര കജ്ജിലത്? ഇതിന്റെ ഒരു ചങ്ങായി തന്നതാണ്. അവിടെ അല്ലേ ചങ്ങായിക്ക് കൊടുക്കാൻ വേണ്ടിട്ടേ. ഏത് ചങ്ങായിപ്പ എനിക്ക് തന്നത്? എത്ര സാധനം നോക്കിക്കണത്? ഇല്ല ഞാൻ നോക്കിയില്ലേ. സുബൈറിന്റെ ഒപ്പം നടക്കണ എങ്ങനെ കാണാ. ഞാൻ അറിയുന്ന ചങ്ങായി തന്നെയാണ്. അപ്പൊ എന്നോട് ഇത് കൊടുക്കുമെന്ന് ചോദിച്ചു അവിടെ. അപ്പൊ ഞാൻ അങ്ങനെ എടുത്ത് പോന്നതാണ്. സ്വാമിയെ ഇപ്പത്തെ കാലത്തേ ആരും വിശ്വസിക്കാൻ പറ്റൂല.
എല്ലാവർക്കും ഒന്നും വാങ്ങാൻ പറ്റൂടല്ലോ എത്തിയേ നോക്കാച്ച് അതിനകത്ത് പൊടിയാണല്ലോ അത് നമ്മളെ കുട്ടീനെ കൊടുക്കാൻ വേണ്ടി ചെയ്താണല്ലോ. അത് പോട്ടെ ജരക, ഇത് സുബേറിന്റെ കൂട്ടുകാരനാണെങ്കിൽ നമുക്കുള്ള പണി തന്നെ കാട്ടാതെ നാസറാജിന്റെ പണി കാരണം കണ്ണി കണ്ടോലൊക്കെ തന്നെ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കാൻ എത്തിയപ്പോ ആദ്യമായിട്ട് പോവല്ലേ ഗൾഫിക്ക്. അത് പോകാൻ എനിക്ക് വേണ്ടേ ആമിയെ? ആ കള്ളപ്പന്നി നാസറിന്റെ പരിപാടി ഉണ്ടെച്ച് അവന്റെ കുട്ടീനെ കൊടുക്കാനുള്ള പരിപാടിയേനു. ആ പന്നിനെ ഒരു പണി ഇപ്പൊ ചെയ്യേണ്ടി വരും ഇപ്പത്. അജരെ ഇപ്പൊ കളഞ്ഞ് അത് ചോദിക്കാൻ നിൽക്കണ്ട. ഓൻ നാളെ പോവല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. അജയരക്ക നിങ്ങളോട് സങ്കടം പറയാൻ വേണ്ടി വന്നാണ് ഞാൻ. നിങ്ങൾക്ക് ഇന്നെ അറിയൂലേ? ഞാൻ മരിച്ച കുമാരേട്ടന്റെ മോളല്ലേ, അന്നെ ഞാൻ കണ്ടുക്കണല്ലോ. സൈനബാ ഇവിടെ വന്നാ. സൈനബാ എത്ര കുട്ടി പറയണമെന്ന് ചോദിച്ചോക്കാം. അജയരക്കൊക്കെ അറിയാലോ, എന്റെ കെട്ടിയൻ എന്നും കള്ളുടിച്ചെന്ന് തന്നെ തല്ലല പണി. വാടക കൊടുത്തിട്ടില്ല. കുട്ടികളെ പറഞ്ഞ 2 കുട്ടികളൊക്കെ ഉള്ളത്. അതെന്നും കള്ളുടിച്ചെന്ന് തന്നെ തല്ലിയ പരിപാടി. കണ്ടില്ലേ, ആകെ ഒരു കമ്മലുണ്ടായിരുന്നു, അത് കൊണ്ടുപോയി. എന്നെ എന്താ ചെയ്യാത്തൊന്നുമില്ല. രാത്രിയാകുമ്പോ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇതിനോട് തീരുമാനം കണ്ടെത്തണം. വിനോദന് ഇപ്പോഴും ഉണ്ടാ പരിപാടിയില്ലേ? ഓൻ നിർത്തിയിട്ടൊന്നുമില്ലല്ലേ? ശരി, ഞാനേ ഓനെ വിളിപ്പിച്ചു കാണ്ടേ എന്താ ചോദിച്ചോക്കട്ടോ. എന്തായാലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നിങ്ങളെ അതിന് ബേജാറാവൊന്നും വേണ്ട. അതിനൊക്കെ അറിയാലോ, എനിക്കൊരു ആങ്ങളാരില്ല. അച്ഛൻ മരിച്ച്, അതുപോലെ തന്നെ അമ്മ വയസ്സായതാ. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനത്തിന് കണ്ടെത്തണം. ഇന്നലെ രാത്രി അമ്മ കൊറേ തല്ലി. അതിനെ ഇനി സങ്കടപ്പെടും ബേജാറാവൊന്നും വേണ്ടട്ടോ. ഞാൻ ഓനെ വിളിച്ചിട്ടേ നല്ലോന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലായിക്കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എടുക്കട്ടോ. ആയിക്കോട്ടെ. സൈനബാ ജോളെ കൊണ്ടുപോയിക്കാണ്ടേ ചായ വെള്ളം എന്തെങ്കിലും കൊടുത്തിട്ട് വിട്ടാ മതി. ഇതാ കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടോ. അതൊന്നും പറ്റൂല. ഞാൻ ഇപ്പൊ അമ്മ സഫാരി സൈക്കിൾ വേസ്റ്റ് കൂടിയുള്ള അതിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ എന്നെ വന്നാ കാണാം. അതൊന്നും ശരിയാവില്ല. നേരിട്ട് വാ. ഞാൻ വണ്ടി വർഷാപ്പിലിട്ട് കാണും ഇങ്ങനെ ഇങ്ങോട്ട് വരിക. എന്തെങ്കിലും ഇവിടെക്കണോ? ഞാനിവിടെ ഒരാളെ കാത്തുക്കാണ്. നമ്മളൊരാള് ഇങ്ങോട്ട് വരാറിനോ, അയാളെ കാത്തുക്കാണ്. എന്റെ മരുവന്റെ പോക്കിപ്പോ എന്തായി? അത് പോയ മരുവൻ നാളെ പോവുകയാണ്. നാളെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് വാ. 4 മണിക്ക് വരിയെന്ന് ഇറങ്ങും. 6:50 ഫ്ലൈറ്റ് ഉണ്ട്. ഒന്ന് അങ്ങോട്ട് വാ. സമതിന്റെ വീടിന്റെ അവിടെ ഉണ്ടാവും. ഇജ്ജ് വരുമ്പോ ഇനിയും കൂടി എടുത്തുകാണെ നമുക്ക് ഒന്നിച്ചാണ് പോവാ. ആയിക്കോട്ടെ, നമുക്ക് ഒന്നിച്ച് പോവാം. അയാൾ വരുമ്പോഴേ അതിനെടുത്തിട്ട് പോകുന്നുണ്ട്. പോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ അതിൽ ആരൊക്കെ പോണിപ്പോ ലത്തീഫിന്റെ അപ്പം 4 മണിക്ക് ഇറങ്ങേണ്ടി വരും. 6:50 6:50 അപ്പൊ 4 മണിക്ക് ഇവിടുന്ന് ഏതായാലും ഇറങ്ങേണ്ടി വരും അല്ലേ? അത് മുജീബേ ഓല് താമിയും മെയ്തീനൊക്കെ പാടെ കൂടി പേക്കാക്കുന്നുണ്ട്. ഒരു 4 മണിക്കെങ്കിലും നമ്മൾ ഓനെ ഇവിടുന്ന് ഇറങ്ങിക്കോട്ടെ. പിന്നെ കാര്യമായിട്ടൊന്നും കൊണ്ടുപോകണില്ല. നമ്മുടെ അളാപ്പാന്റെ കുട്ടികൾ കുറച്ച് ഓൾക്ക് എന്തൊക്കെ സാധനങ്ങൾ പറഞ്ഞു അതുണ്ടാവുള്ളൂ. പിന്നെ എയർപോർട്ടിക്ക് നിങ്ങളാരേലൊക്കെ പോയാൽ മതി. ഞാന് ഏതായാലും ഇല്ല. അജയരെ, അവിടെ എയർപോർട്ടില് എളാപ്പാന്റെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. നേരം പോകണ്ട, എന്നാണ്ട് ഇറങ്ങിക്കോട്ടെ. എന്നാ ഇവറിച്ച് പോരണ്ട. എന്നാലേ അനുമാനം കാണുമ്പോ വിസ്മയൊക്കെ ഞാൻ പോകണ്ടല്ലോ. അത് നന്നാവുക. ഓടുന്നോട്ടെ. അത് മുജീബേ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. അതെ, ഇതൊക്കെ കജ്ജട്ടെ, ഞാൻ പറഞ്ഞുതരാം. കുറച്ച് പറയാണ്ട്. അവിടെ ഇറങ്ങിയല്ലേ? 4 മണി ആയല്ലോ. ഇറങ്ങാൻ നോക്കുക. താത്താ, ഞാൻ പോയേരാ. ഞാൻ പോയേരാന്നാല് നിങ്ങളവിടെ എത്തിയിട്ട് വിളിക്കണേ. താത്താന്റെ കുട്ടി അവിടെ കണ്ടും നോക്കിയൊക്കെ നിക്കണേ. താത്ത, ഞാൻ നല്ല രീതിയിൽ നിന്നോട്ടെ. എന്നാ ഞാൻ പോയേരാന്നാല്. ലത്തിയേ, ഇക്കാക്കുവിന്റെ കുട്ടിയെ അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോന്നാണ്ട് കേട്ടോ. പിന്നെ അവിടെ നിക്കണ്ട. എന്താ ഇതറ ഓ ബുദ്ധിമുട്ടാനല്ലല്ലോ പോണ്ടേ. കുട്ടികളെ വായിക്കാനല്ലോ. നമ്മൾ പോവാ. ശരി.